ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. രാവിലെ പിള്ളേർക്കുള്ള കോഫി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം അപ്പുറത്ത് ഞാൻ ചായ തേയിലയൊക്കെ ഇട്ട് നമ്മുടെ ഇഞ്ചപ്പുല്ലൊക്കെ ഇട്ട്, അതായത് ലെമൺ ഗ്രാസ് ഇട്ട്, അതൊന്ന് ഞാൻ ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് ഇവിടെയൊക്കെ ഉള്ളവർക്ക് ഇനി മലയാളം മീൻസ് ഇവിടെയൊക്കെ ജനിച്ച് വളർന്നവർക്ക് മലയാളം ഇഞ്ചപ്പുല്ലെന്ന് പറഞ്ഞാൽ അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞത്. അത് ഇട്ടുന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പം നല്ലൊരു വാസന വരുന്നുണ്ട്. അന്നേരം ഇന്നിപ്പോൾ അതായത് ഞാൻ ഈ എഡിറ്റ് ചെയ്യുന്ന ദിവസം, അതായത് വ്യാഴാഴ്ച ഇവിടെ അങ്ങനെ മഴ പെയ്തില്ല. തിങ്കൾ ചൊവ്വ ബുധൻ 3 ദിവസം ഭയങ്കര, സൺഡേ തൊട്ട് തുടങ്ങിയതാണ്. സൺഡേ തൊട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ മഴ പെയ്ത്, അതുകൊണ്ട് പ്രൈസമ്മോനും 3 ദിവസം ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. ഇന്ന് സ്കൂളിൽ പോയി. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞങ്ങളുടെ ഈ ഏരിയയിൽ അങ്ങനെ വെള്ളം കയറുന്ന സ്ഥലമല്ല, അങ്ങനെ പ്രോബ്ലം ഇല്ല. നമ്മളിവിടെ ഇരിക്കുന്നതുകൊണ്ട്, പെരയ്ക്കകത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും മനസ്സിലാവുന്നില്ല. ഈ വാർത്ത കാണുമ്പോഴാണ് അറിയുന്നത്. പിന്നെ ഞങ്ങളുടെ ചർച്ചിലാണേലും ഇന്നലെ മീറ്റിംഗ് വസായി വിരാർ ആ സ്ഥലത്തൊക്കെ ഉള്ള നല്ല സുപ്പാറ അവിടെയൊക്കെ ഉള്ള ആർക്കും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം കറണ്ടില്ല, വെള്ളമില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. മിക്ക സ്ഥലത്തും കറണ്ട് പോക്കായിരുന്നു. ഇവിടെ ഇന്നലെ ഒരു 5 മിനിറ്റ് ഉച്ചയ്ക്കൊന്ന് പോയി. ഇവിടെ അങ്ങനെ കറണ്ട് പോക്കും വെള്ളത്തിൻ്റെ പ്രശ്നമില്ല. പക്ഷേ ഇപ്പം ഇവൻ്റെ സ്കൂളിലാണേലും ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ട് ചൂടുവെള്ളമേ കൊണ്ടുവരാമെന്ന്. ഇവിടെ ഇപ്പം വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളുടെ ഇവിടെ ആണെങ്കിലും ഈ വരുന്ന വെള്ളം, നമ്മളിപ്പം തിളപ്പിച്ച വെള്ളം കുടിക്കുന്നേ, പക്ഷേ ആ വെള്ളം എടുക്കുന്നതിന് ഇവർ ഈ ബ്ലീച്ചിങ് പൗഡർ ഇങ്ങാണ്ട് ഇട്ടെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു ഭയങ്കര സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഈ മഴയൊക്കെ ആകുമ്പോൾ എല്ലാവരും വെള്ളമൊക്കെ തിളപ്പിച്ച് കുടിക്കണം. നമ്മളെ കഴിയുന്നത് നമുക്ക് കെയർ ചെയ്യാം. അന്നേരം ഞാൻ തിളപ്പിച്ച വെള്ളമാണല്ലോ ഇവിടെ, ചൂടാക്കിയ വെള്ളമാണെങ്കിലും ഇരിക്കുക. അത് തണുത്താ നമ്മൾ കുടിക്കുന്നതെന്നുള്ളേ ഉള്ളൂ. പിന്നെ ഞാൻ അതിൽ നിന്ന് ഇച്ചിരി വെള്ളം എടുത്ത് ഇവന് ചൂടാക്കി. ഞാൻ ഒഴിച്ച ഉടനെ അത് നല്ല ചൂട് പോലെ തോന്നി. പിന്നെ ഒന്നുകൂടെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ രാവിലെ പാസ്ത ഉണ്ടാക്കിയത്. അപ്പോൾ ഇച്ചിരി മട്ടർ മാത്രമേ ഇട്ടുള്ളൂ, സവാളയും മട്ടറും. പിന്നെ പൊടികളെല്ലാം ഇട്ട് ഇതൊക്കെ ഇട്ടിങ്ങ് എടുക്കുമായിരുന്നു. രാവിലത്തേക്ക് എല്ലാവരുടെയും കഴിഞ്ഞ് കൊച്ചിനെ കൊണ്ട് റീച്ചാൻ വിട്ടിട്ട് വന്നു. പിന്നീട് കഴിക്കാനുള്ളതൊക്കെ കൊടുത്ത്, പിന്നെ ഞാൻ ഇച്ചിരി ക്യാരറ്റും ബീട്രൂട്ടും ഉരുളൻകിഴങ്ങും എല്ലാം കൂടി ഒത്തിരി കഴിഞ്ഞിട്ട്, അത് രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ കുറേ കിസ്മത്ത് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത് വെള്ളം ഒഴിച്ച് വേവിക്കാതെ വഴറ്റുവാണെങ്കിൽ കുറേ ക്യാരറ്റും ബീട്രൂട്ടല്ലേ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഒരിച്ചിരി വെള്ളവും ഉപ്പും ഇട്ടതൊന്ന് ഉപ്പി പറ്റിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ പാനിൽ ഓയിൽ ഒഴിച്ച് വഴറ്റിയെടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതിങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ എണ്ണയിട്ട് കുറേ സമയം എടുക്കും ഇങ്ങനെ വഴന്ന് വരാനായിട്ട്. ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പയർ തോരൻ വയ്ക്കാനൊന്ന് കുക്കറിലിട്ടൊന്ന് അടപ്പത്ത് വെക്കുന്നുണ്ട്. കാരണം പച്ചക്കറി ഒന്നുമില്ലായിരുന്നു. ഈ മഴയും പിടിച്ച് 3-4 ദിവസം മഴയല്ലായിരുന്നോ. മഴയും പിടിച്ച് നമ്മൾ ജിയോ മാർട്ടിൽ വിളിച്ചിട്ടും ബുക്ക് ചെയ്തിട്ടും അവിടെ ഇല്ല, അങ്ങനെ ഒന്നും അവൈലബിൾ ഇല്ല. പിന്നെ നമ്മൾ വെളിയിലും പോകുന്നിടത്ത് അവിടെ എല്ലാം വെള്ളം കയറി കിടക്കുമായിരുന്നു. കാരണം നമ്മുടെ ഈ സൈഡിലല്ല, ഈ പച്ചക്കറിയൊക്കെ വാങ്ങിക്കുന്ന അടുത്ത് നല്ല ഇതായിരുന്നു. അതുകൊണ്ട് പോയില്ല. പിന്നെ ഞാൻ ചെറുപയർ ഇരിപ്പുണ്ടായിരുന്നു, അത് വെച്ച് ഇതെല്ലാം ഇച്ചിരി ഇവിടെ ഇതൊക്കെ എടുത്തങ്ങ് മെഴുക്ക് പുരട്ടി വെച്ചതാണ്. ബീട്രൂട്ടാണെങ്കിൽ ഇരുന്ന് ഞാൻ ഒരു പ്രാവശ്യം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലമില്ല. 2 ദിവസം ഞാൻ വെളിയിൽ ഇങ്ങനെ വെച്ചപ്പോഴത്തേക്കിന് അതങ്ങ് വാടി. പിന്നെ ഞാനത് ചെത്തി അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ അതും ഇതും എല്ലാം കൂടെ. എനിക്ക് മോരുകറി അല്ലെങ്കിലും എനിക്കങ്ങനെ, ഞാൻ ഈ തേങ്ങ അരച്ച് ഉണ്ടാക്കുവാണെങ്കിൽ മോരുകറി ഇച്ചിരി എടുക്കും. അല്ലാതെ ഈ തേങ്ങ ചേർക്കാതെ മോരുകറി ഉണ്ടാക്കുന്നത്, ഇവർക്ക് തേങ്ങ ചേർത്ത് വേണമെന്നുള്ള ഒരു ഇതേ ഇല്ല. ഇവർ പണ്ട് തൊട്ടേ ഈ തേങ്ങ ചേർക്കാതെ ഇങ്ങനെ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഈ മെഴുക്കുവരട്ടി മാത്രം കൂട്ടി ഞാൻ ചോറ് തിന്നും. എനിക്കിങ്ങനെ ഒഴിക്കണമെന്നൊന്നുമില്ല. പിന്നെ മീൻചാറ് ഞാൻ ഒഴിക്കും,
പിന്നെ അവിയൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒഴിക്കും, അല്ലാതെ ഈ മോരൊന്നും എനിക്ക് അങ്ങനെ താല്പര്യമില്ല. അന്ന് ഈ മെഴുക്കോട്ടി ഉണ്ടാക്കിയതിൻ്റെ അന്ന് ഇത് കൂട്ടിയാണ് ഞാൻ ചോറ് കഴിച്ചത്. അപ്പോൾ അത് ഉപ്പി പറ്റിക്കാൻ നേരം ഞാൻ ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ഇപ്പം ഞാനിപ്പോൾ ഇത് പാനിലിട്ടോണ്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് ഇനി മുക്കാലും അങ്ങ് ഇത് വഴന്നു. ഇനി ഒരു ഇച്ചിരി ഒന്ന് വാടി നമുക്കൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. മൊരിയത്തില്ല, എന്നാലും ഒരിത്തിരി നല്ല വഴവൊക്കെ പോലെ. മുളക് പൊടിയും പിന്നെ ഇച്ചിരി ഞാൻ ഗരം മസാല ഇട്ട് ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത്, അന്നേരം ഒരു പ്രത്യേക ടേസ്റ്റ് കുറേയും കൂടെ കിട്ടും. അന്നേരം എനിക്ക് 2 ദിവസത്തിന് മുമ്പിട്ട് ഒരു കമൻറ്റ് വന്ന, ആൻറ്റി ഡേ ഇൻ മൈ ലൈഫ് ഒന്ന് ചെയ്യാമോ എന്ന്. ഞാൻ പറഞ്ഞാൽ ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കമൻറ്റ് വരുമ്പോൾ ഞാൻ രാവിലെ നോക്കും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നും പറഞ്ഞ്. പക്ഷേ പകുതി വെച്ചങ്ങ് അത് ഫ്ലോപ്പായി പോവും, പിന്നെ അത് ചെയ്യത്തില്ല. പക്ഷേ അങ്ങനെ എടുക്കാൻ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ മെഴുക്ക് പുരട്ടി അവിടെ ഇങ്ങനെ ഇട്ടിട്ട് മോരുകറി ഉണ്ടാക്കുക. അന്നേരം ഞാൻ ഇന്നാൾ ചെയ്തതുപോലെ കടുക് വറുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക. അന്നേരം ഞാനിപ്പോൾ സാധനം ഉച്ചയ്ക്ക് ഞാൻ ഓർഡർ ചെയ്തതാണ്, ഇപ്പോഴാണ് വന്നത്. കാരണം ഈ മഴയൊക്കെ ആയിട്ട് പല ദൂരെ നിന്ന് കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും ഈ വീട്ടിൽ കൊണ്ടുതരാനേ. അപ്പോൾ ആൾ കുറവാണെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വെളുത്തുള്ളിയുടെ വില അങ്ങോട്ട് കുറയുന്നില്ല. ഇപ്പം ഇന്ന് വാങ്ങിച്ചതും 1/4 കിലോ 70 രൂപ. അപ്പോൾ ഇന്ന് ഞാൻ എവിടെ യൂട്യൂബിലാണെന്ന് തോന്നുന്നു, ജൂലൈ 15-ാം തീയതി മുതലാണെന്നോ എങ്ങാണ്ട് ബീഫിന് കിലോ 100 രൂപ വീണ്ടും കൂടുന്നെന്ന് പറയുന്നു. ഇങ്ങനെയാണെങ്കിൽ എന്തോ ചെയ്യും ദൈവമേ. ഞാൻ അച്ചാറൊക്കെ ഇടുമ്പോൾ എനിക്കാണെങ്കിൽ മീനില്ലെങ്കിൽ ഇപ്പം ബീഫാണ് ആൾക്കാർ വാങ്ങിക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ട് വില കൂട്ടിയതവർ ഒറ്റയടിക്ക് 80 രൂപയാണ് കൂടിയത്. ഇനിയിപ്പോൾ 100 രൂപ കൂടുകയാണെങ്കിൽ ഞാനിപ്പോൾ എന്തോ ചെയ്യും? ആൾക്കാരുടെ അടുത്ത് അതനുസരിച്ച് പിന്നെ അച്ചാറിന് വില കൂടുതലാന്ന് പറഞ്ഞാൽ അവരെന്തൊക്കെയോ എന്തോ സ്വർണ്ണമാണെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയല്ലേ കിട്ടുന്നത്, എന്തോ ചെയ്യാനാണ്. നമ്മൾ പിന്നെ വില കൂട്ടുന്നതല്ലല്ലോ. ഇപ്പം നമുക്ക് കിട്ടുന്നതനുസരിച്ചല്ല നമുക്ക് വാങ്ങിച്ച് അച്ചാറിടാൻ പറ്റത്തുള്ളൂ. അങ്ങനെ മനുഷ്യർക്ക് ജീവിക്കണ്ട ഇങ്ങനെ. അന്നേരം ഞാൻ ഇന്ന് കാണിക്കുന്നത് 2 ദിവസത്തെ വീഡിയോയാണ്. പിറ്റേ ദിവസം എനിക്കങ്ങനെ ഇതിപ്പോൾ ഈ മോരൊക്കെ വെക്കുവാണെങ്കിൽ എനിക്ക് 2-3 ദിവസത്തേക്കിന് കാണും. അന്നേരം ഞാൻ 2 ദിവസത്തിന് കൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇച്ചിരി മീൻകറി ഉണ്ടെങ്കിൽ ഇച്ചിരി ചോറുണ്ണാം, അതിൻ്റെ ചാറയിൽ മതിയെന്ന്. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, അവിടെ ഉണക്കമീൻ കിട്ടത്തില്ലേ, അത് കഴിക്കത്തില്ലേന്ന്. ഇവിടെ ഉണക്കമീനുണ്ട്, പക്ഷേ എനിക്ക് ഈ അയല മത്തി അതൊക്കെ ഇഷ്ടം, അല്ലാതെ ഈ കൊഞ്ചിനോടൊന്നും എനിക്ക്. പിന്നെ ഇവിടെയൊക്കെ ഉള്ളത് ഈ ബോംബിൽ എന്ന് പറയുന്ന ഒരു മീൻ, അതെനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അത് ഈ മഹാരാഷ്ട്രീയൻസ് അതാണ് കഴിക്കുന്നത്. ഞങ്ങളുടെ അപ്പുറത്ത് ഞങ്ങൾ പണ്ട് താമസിച്ചെടുത്ത് ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. ആ ആൻറ്റി ഇത് ചുടുവാന്നോ വറക്കുവാന്നോ അതിന് ഒരു വല്ലാത്ത സ്മെല്ലാണ്, എനിക്കിഷ്ടമല്ലത്. അപ്പോൾ ഇങ്ങനെ ഈ പൊടിക്കൊഞ്ചൊക്കെ കിട്ടും, അതിനോടൊന്നും എനിക്ക് അത്ര താല്പര്യമില്ല. അന്നേരമാണ് ഞാൻ ഓർത്തത്, ദൈവമേ ഞാൻ ഈ കഴിഞ്ഞിടെ അയലമീൻ കറി വെക്കാൻ അത്ര നല്ല അല്ലാത്തതുകൊണ്ട് ഞാൻ ഉണക്കമീൻ ഉണ്ടാക്കിയില്ലായിരുന്നു. അത് ഞാനെടുത്ത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ അത്ര ഓർമ്മ അങ്ങോട്ട് പോയില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചോണ്ട് ഞാൻ അന്ന് രാത്രി തന്നെ അതെടുത്ത് വറുത്ത്. ഇവിടെ ഇവർക്കൊന്നും ഇഷ്ടമല്ല. പക്ഷേ അയലയായി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നുണ്ടേ. ഈ മത്തി ഇവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ മത്തി ഇങ്ങനെ വറുത്തിട്ടുള്ളൂ. അയല ഇങ്ങനെ ഞാൻ നാട്ടിൽ നിന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാനിങ്ങനെ ഉണ്ടാക്കി പണ്ടുണ്ടാക്കിയതാണ് ഉണക്കമീൻ. അപ്പോൾ ഇതുണ്ടാക്കി അയലയാകുമ്പോൾ ഇച്ചിരി മാംസം ഉണ്ടല്ലോ ഇതിന്. അപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നുണ്ടെങ്കിൽ പ്രൈസം എന്ന് പറഞ്ഞു, യോ മമ്മി ഇതെന്തുവാ? ഞാൻ പറഞ്ഞു, എടാ ഇത് ഉണക്കമീനാ. അന്നേരം ഞാൻ വറുത്തുടനെ ഇവർ പറഞ്ഞു, വേണ്ട ഇത് ഉണക്കമീൻ ഡ്രൈ ഫിഷാ, കൊള്ളത്തിടാന്ന് കൊച്ചവനെയും കൂടെ മറ്റോ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പം ഞാൻ കഴിച്ചോണ്ടേ കൊച്ചിന് കൊടുത്തോണ്ട് വെച്ചോടാ ഇനിയിപ്പം കിട്ടാതിരുന്ന് കിട്ടിയോണ്ടാന്നോന്ന് അറിയത്തില്ല. അവൻ പറഞ്ഞു, അവനും ഞാനിവിടെ ആയിരുന്നു കഴിക്കാണ്ടിരുന്നു. പിന്നെ അവന് ഞാൻ പിച്ചി കൊടുത്തോണ്ടേ അവൻ തിന്നത്. അന്ന് ഞാൻ പിന്നെ മോരിരിപ്പുണ്ടായിരുന്നു, മോരും വേണ്ടായിരുന്നു എനിക്ക്. ഞാൻ ഇച്ചിരി തോരനും ആ മീനൂടെ കൂട്ടി കഴിച്ചത്. അപ്പം നമ്മുടെ പയർ ഞാനൊന്ന് അടപ്പത്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നല്ല കട്ട തൈര് ഇട്ട്, ഈ തൈര് ഞാനെടുത്ത് ഇങ്ങനെ കുടിക്കുന്ന ഈ നമ്മൾ ഈ കവർ പാലല്ലാത്ത ഈ പാലായതുകൊണ്ടേ നമ്മുടെ നാട്ടിലത്തെ കൂട്ട് നല്ല ടേസ്റ്റായത്. മീൻസ് നാട്ടിലത്തെ നമുക്കറിയാമല്ലോ തൈര് എങ്ങനെയാണെന്ന്. എത്രയ്ക്കാന്നേലും ഈ കവറ് പാല് വെച്ചാൽ എനിക്ക് ഇത്രയും ആ ഒരു ടേസ്റ്റ് എടുത്തി. അപ്പം ഞാൻ തിന്നുകൊണ്ട് തന്നെ പ്രൈസാൻ വന്നു. അപ്പോൾ അവനും ഇച്ചിരി കൊടുത്തിട്ട് അവൻ പറഞ്ഞു, നല്ല മമ്മി. അവൻ ചിലപ്പം അവസരോചിതം പോലെ പറയും. അപ്പോൾ ഇത്രയും വീഡിയോ
ഒരു ദിവസത്തെയായിരുന്നു. ഇനിയും കാണിക്കുന്നത് പിറ്റേന്ന് രാവിലെ എണീറ്റ് വന്നെ മഴ ഇങ്ങനെ ചാറുന്നുണ്ട്. എണീക്കാനേ മനസ്സ് തോന്നത്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കേണ്ടി ചെയ്തിട്ട് ഇപ്പോഴാണെങ്കിൽ ഈ മഴയും പിടിച്ച് ജനൽ തുറക്കാനേ ഒക്കത്തില്ല. എവിടുന്ന് ഈ ഈച്ച വരുന്നതെന്ന് അറിയത്തില്ല. ഞാൻ അപ്പം വീട്ടിൽ പറഞ്ഞോണ്ട് അമ്മ പറയാം, എൻ്റെ കൊച്ചെ അവിടെ ചക്കയും മാങ്ങയൊന്നും ഇല്ലല്ലോ, പിന്നെ ഈ ഈച്ച എവിടുന്ന് വരുന്നെന്ന്. എനിക്കും അറിയത്തില്ല. അത് അച്ചട്ട ഈ മഴ സമയത്ത് ഈച്ച. അതുകൊണ്ട് ഞാൻ എപ്പോഴും അടുക്കളയിലും ഇപ്പം ബാറ്റും കൊണ്ടാണ് നടപ്പ്. ഈ ഈച്ച നമുക്ക് പിന്നെ അടിക്കാൻ. ഞാൻ അങ്ങോട്ട് ബാറ്റും കൊണ്ട് ചെല്ലുമ്പോൾ അതെന്നെ വെട്ടിച്ച് ഇപ്പുറത്തൂടെ ചാടും. ഒരടി കിട്ടിയാൽ പിന്നെ അതവിടെ കറങ്ങി അവിടെ വീണു വീഴും. ചില സമയത്ത് ഈ അകത്ത മുറിയിലാണെങ്കിൽ പോയി ഞങ്ങളുടെ ജനലയിൽ ഒരെണ്ണത്തിൽ നെറ്റ് അടിച്ചിട്ടുണ്ടല്ലേ, ആ നെറ്റേ പോയി ഇരിക്കും. അതേ പോയി ഇരിക്കുവാണെങ്കിൽ നമുക്ക് അടിക്കാൻ പറ്റും. ഞാൻ അടുക്കള ഇപ്പോൾ തുറക്കും. ഇപ്പോൾ ഒന്ന് ചൂടാണെങ്കിൽ പോലും എനിക്കൊന്ന് തുറന്നിടാൻ പറ്റത്തില്ല. എന്തോ കഷ്ടമാണെന്നുള്ള. ഈ മഴയൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്നിട്ടാൽ നല്ല തണുത്ത കാറ്റ് വരത്തില്ലേ. ഈ ഈച്ചയെ പേടിച്ചാണ് ഞാൻ ചെയ്യാത്തത്. അപ്പോൾ നേരത്തെ അനു വരുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു, അനു എടി നീ പോകുന്നിടത്തെങ്ങാണ് ഇങ്ങനെ ഈച്ച ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ പറയുമ്പോൾ അവൾ പറയുമായിരുന്നു, എൻ്റെ ആൻറ്റി എല്ലടോ ഉണ്ടെന്ന്. അപ്പോൾ പിറ്റേ ദിവസം കൊച്ചിന് കൊണ്ടുപോകാനായിട്ട് ഞാനിങ്ങനെ ബ്രെഡും പീനട്ടും കൂടെ ജാമും പീനട്ടും കൂടെ വെച്ച് കൊടുക്കാമെന്ന് വെച്ച്. അപ്പം അതിൻ്റെ അരികൊക്കെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്ന് ടോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വെച്ച്. ഇന്ന് പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് കുക്കിംഗ് ആയിട്ട് അങ്ങനെ ഒന്നുമില്ല. കുറച്ച് സ്പ്രൗട്ട് അത് നമ്മൾ വാങ്ങിച്ചതാണ്, അത് ഉണ്ടായിരുന്നു. അതിങ്ങനെ തോരൻ വെക്കാമെന്ന് വെച്ചിരിക്കുക. ജോലി നമുക്ക് കുക്കിംഗ് ഇല്ലേലും അല്ലാത്ത പരിപാടി. എൻ്റെ വാഷിങ് പണി തന്നിരിക്കുക. നാളെ ഒന്ന് ശരിയാക്കിയതേ ഉള്ളൂ. അപ്പം വീണ്ടും ആ കൊച്ചനെ വിളിച്ച് കാണിച്ചുണ്ടേ. അവൻ പറഞ്ഞ് അവൻ ആദ്യം ഒരു സാധനം കൊണ്ട് ഇട്ട് നോക്കി, പിന്നെ അതിൻ്റെ മദർ ബോർഡ് എടുത്തുകൊണ്ട് പോയി. എന്നിട്ടും ശരിയാവുന്നില്ല. എങ്ങനെയും ഇവിടെ എന്നും തുണി കഴുകണ്ടേ, തുണി ഇങ്ങനെ കെട്ടിയിട്ട് എനിക്കത് കാണുമ്പം തന്നെ മീൻസ് ബക്കറ്റ് ഇട്ടിട്ട് എനിക്ക് കാണുമ്പം തന്നെ ആകെ ഒരു ഇതായിരുന്നു. ഈ മഴയും പിടിച്ച് എങ്ങനെ ഉണങ്ങും. അങ്ങനെ എന്തോ അതിലും പോയി ഒരു രക്ഷയില്ലെന്ന് അറിഞ്ഞുണ്ടേ. പിന്നെ ഒരു വിധത്തിൽ ഞാൻ റേച്ചാനോട് എന്തോന്നോ അതിൻ്റെ കുഴപ്പം, ഇപ്പോഴത്തെ കുഴപ്പം എന്തുമായിരുന്നോ, വെള്ളം നിൽക്കത്തില്ല. ഇങ്ങനെ വെള്ളം നിറഞ്ഞ് എനിക്കത് മനസ്സിലായില്ല. 2-3 ദിവസം ഞാനിങ്ങനെ പിന്നെ റേച്ചാൻ വന്നപ്പോൾ അത് ഞാൻ കാണിച്ച്. അങ്ങനെ കുഴപ്പം. മറ്റേതെന്ന് പറയുന്നത് ഒരു സൗണ്ട് കേൾക്കുക, ഒരു വല്ലാത്ത ഇതായിരുന്നു. അങ്ങോട്ട് ഇതെന്ന് പറയുന്നത് വെള്ളം വീണാൽ പിന്നെ അത് ലെവൽ കഴിഞ്ഞിട്ടും വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ പോയി വാഷിംഗ് മെഷീനൊക്കെ പോയി നോക്കി. 2 ദിവസം കഴിയാതെ എത്താൻ അങ്ങനെ ഒരു പെട്ടെന്നൊരു ചിലവായി. ഇതൊക്കെ ഈ ഇലക്ട്രോണിക് എൻ്റെ മൊബൈലും എനിക്കിപ്പോൾ ഉടനെ പണി തന്നുകൊണ്ടിരിക്കും. എൻ്റെ ചില വീഡിയോകൾ എങ്ങനെയോ അത് തന്നെത്താൻ അങ്ങ് ഡിലേറ്റ് ആയിപ്പോയി. അതൊക്കെ എന്ത് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്ത് ബുദ്ധിമുട്ടി ഒരു വീഡിയോയൊക്കെ എടുത്ത് വെക്കുന്നതെന്ന് അറിയാമോ. അത് ഡിലേറ്റ് ആയെന്ന് പറഞ്ഞാൽ മനസ്സിന് തന്നെ ഒരിതാണ്. ഇപ്പം നമുക്ക് കഷ്ടപ്പെട്ട് ഇങ്ങനെ എത്ര ഞാനിട്ട് വായിട്ടലച്ച് എത്ര നേരം ഒരു എഡിറ്റിങ്ങിന് എത്ര സമയം എടുക്കുമെന്നറിയാമോ. എന്നാലും നമ്മൾ കഷ്ടപ്പെട്ടാൽ വല്ല വെച്ചിട്ട് കിട്ടുമെന്നുള്ള രീതിയിലല്ലേ നമ്മൾ, അതുകൊണ്ടല്ലേ നമ്മൾ ഇത്ര കഷ്ടപ്പെടുന്നത്. എന്തോ ചെയ്യാനാ. അപ്പം ഞാൻ സ്പ്രൗട്ട് ഞാൻ പറഞ്ഞില്ലേ, അതൊന്ന് മിക്സ് സ്പ്രൗട്ട് തോരൻ വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ജോലികൾ കഴിയും. ഇന്ന് രാവിലെ തൊട്ടാ പിള്ളേർ വന്ന് അടുക്കളയിലല്ലേ വാഷിംഗ് മെഷീൻ ഇരിക്കുന്നത്, അതിൻ്റെ പുറകെ പോയി ഒരു 12:30 കഴിഞ്ഞിട്ടാണ് അവർ രാവിലെ വന്ന് മഴയത്തോടെ വന്ന് 12:30 കഴിഞ്ഞ്. അല്ലെങ്കിൽ ഒരു തോരനൂടൊക്കെ ഞാൻ വെച്ച് മോരുകറി ഉണ്ടെങ്കിൽ ഒരു തോരനൂടെ വെച്ചേനെയായിരുന്നു. പിന്നെ അവർ വന്ന് പോയി അടുക്കള മൊത്തവും വെള്ളമായിരുന്നു. ഇവർ ചെക്കിങ് ചെയ്യുമ്പോഴും വെള്ളമായിരുന്നു. അങ്ങനെ അതെല്ലാം തുടച്ച് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കിന് ഈ മഴയും പിടിച്ച് മനുഷ്യർക്കങ്ങ് ആകെ ഇറിറ്റേഷൻ എടുക്കുമായിരുന്നു. എത്ര ഇറിറ്റേഷൻ എടുത്താലും ചെയ്യാനുള്ള ജോലിയാണ്. പിന്നെ പോളുള്ളത് കൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്ത് പപ്പ വിളിച്ച് പറയും, മമ്മിക്ക് വയ്യ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് വന്ന് ചെയ്യും. പപ്പ ഇങ്ങനെ വിളിച്ച് പറയുവാണെങ്കിൽ ചെയ്യും. അവർക്കൊക്കെ നോക്കിയും കണ്ടും നമ്മുടെ മമ്മിക്കൊക്കെ വയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു വിഷമമല്ലേ. അതുപോലെ അവരങ്ങനെ നോക്കിയും കണ്ടും ചെയ്യാറില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷം ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.